KT ജലീലിന് മറുപടി ഞങ്ങൾ വാചാലമായിട്ടല്ല, മറിച്ച് ഇന്ന് ആളുകൾ 51 വീട്ടിൽ 51 കുടുംബം താമസിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറയുന്നത്. ഇനി മാത്രമല്ല, ഞങ്ങളിനി 54 വീടും കൂടി ഒരു ജൂൺ മാസമാകുമ്പോഴേക്കും പൂർത്തീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള 2ാം ഘട്ട നിർമ്മാണത്തിലേക്ക് ഞങ്ങൾ കടന്നു. 20 വീടിൻ്റെ ഏതാണ്ട് അതിൻ്റെ വാർപ്പിൻ്റെ ഘട്ടം വരെ എത്തി. ബാക്കിയുള്ള നിർമ്മാണങ്ങൾ അനുബന്ധമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെ KT ജലീലോ അതുപോലെയുള്ള വാദഗതികൾ ഉയർത്തിയവരൊക്കെ കണ്ണ് തുറന്ന് കാണട്ടെ എന്നേ ഞങ്ങൾക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായാലും ധാരാളം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ മുസ്ലിം ലീഗ് ആയിരിക്കും ആദ്യമായിട്ട് ചെയ്തത്. ഇത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് കൂടി ഒരു പാഠമാവേണ്ട ഒരു വസ്തുതയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തമുണ്ടായ ആദ്യ നിമിഷം മുതൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ആ ദുരന്തമുഖത്ത് അവസരോചിതമായ ഇടപെടലുകൾ നടത്തി ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ മാക്സിമം ചെയ്തതാണ്. ഈ പുനരധിവാസ പദ്ധതിയിലേക്ക് ഞങ്ങൾ കടന്നപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഭൂമി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഒന്ന്, ഞങ്ങളുടെ ഗുണഭോക്താക്കളുടെ താല്പര്യം മേപ്പാടി പഞ്ചായത്ത് വിട്ടവർക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് മേപ്പാടി പഞ്ചായത്തിൻ്റെ 1ാം വാർഡിൽ തന്നെ ഞങ്ങൾ ഭൂമി കണ്ടെത്തി. ഇന്നത്തെ ദിവസത്തോടു കൂടി വയനാട്ടിൽ ലീഗ് നിർമ്മിച്ച് കൈമാറിയ ആദ്യഘട്ടത്തിൽ കൈമാറിയ 51 വീടുകളിലും 51 കുടുംബങ്ങളും താമസം ഇന്നത്തോടു കൂടി പൂർത്തീകരിക്കും അല്ലേ? 51 വീടുകളും താമസിക്കും അല്ലേ? ലീഗ് ഈ ഒരു പുനരധിവാസ പദ്ധതിയുമായി ഈ ടൗൺഷിപ്പുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇതിനെതിരെ ഇറങ്ങിത്തിരിച്ച പല വ്യക്തികളുമുണ്ട്. മുടക്കാനും ഇതിന് തടസ്സം സൃഷ്ടിക്കാനും ഇതിനെതിരെ ശബ്ദിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ. KT ജലീൽ എന്ന് പറയുന്ന അൽപ്പൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പച്ച നുണകൾ പടച്ചു വിട്ടുകൊണ്ട് ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു 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 മഞ്ഞപ്പത്രവും അല്ലേ? ആ മഞ്ഞപ്പത്രം എന്തൊക്കെ നുണകളാണ് പടച്ചു വിട്ടത്. മുണ്ടക്കൈ ഭൂമി തട്ടിപ്പ്, കള്ളം പൊളിഞ്ഞപ്പോൾ ലീഗ് ഒളിച്ചോടി, നിർമ്മാണ വിലക്കുള്ള തോട്ടഭൂമിയാണെന്ന് സ്ഥലം നൽകിയവർ ലാൻഡ് ബോർഡിൻ്റെ മൊഴി നൽകിയതോടെയാണ് ലീഗിൻ്റെ നുണ വെളിച്ചത്തായത്. എന്നിട്ട് ലീഗ് ഒളിച്ചോടി എന്നാണ് പറയുന്നത്. കള്ളം പൊളിഞ്ഞപ്പോൾ ലീഗ് ഒളിച്ചോടി. ദേശാഭിമാനി എഴുതിയതാ. എങ്ങോട്ടാ ഒളിച്ചോടിയത് എന്നൊന്നറിയില്ല. ലീഗ് ഒളിച്ചോടി, കള്ളം പൊളിഞ്ഞപ്പോൾ ലീഗ് ഒളിച്ചോടി എന്ന് പറയുന്നു അല്ലേ? ഈ പിണറായി വിജയൻ്റെ കൃമികീടങ്ങൾ എന്താണ് പറയുന്നത്? ലീഗ് ഒളിച്ചോടി. നിങ്ങളൊന്ന് ആലോചിക്കണം. ലീഗ് ഒളിച്ചോടി, കള്ളം പൊളിഞ്ഞപ്പോൾ ലീഗ് ഒളിച്ചോടി. ആ ലീഗിൻ്റെ വീടിലാണ്, ആ ലീഗ് വീട് നിർമ്മിച്ചു നൽകിയ വീടുകളിലാണ് 51 വീടുകളിലാണ്, 1ഉം 2ഉമല്ല, 51 വീടുകൾ, 8 സെന്റ് സ്ഥലം, 1060 സ്ക്വയർ ഫീറ്റ് വീട്, 3 ബെഡ്റൂം, കട്ടില്, അലമാര, സോഫ, ഡൈനിങ് ടേബിള്, കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങള്, പാത്രങ്ങള്, എല്ലാം വീട് നൽകി, എല്ലാം ലീഗ് നൽകി. തീർന്നോ? ഇത് മാത്രമാണോ ലീഗ് ചെയ്തത്? അപ്പോ ഒളിച്ചോടി എന്ന് ദേശാഭിമാനിയിലെ കൃമികീടങ്ങൾ എഴുതി വെച്ച അതേ സ്ഥലത്ത് ലീഗ് 51 വീടുകൾ നിർമ്മിച്ച് നൽകി. ഇന്നത്തോടെ ഈ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസം ഇതിൻ്റെ ഈ ഹൗസ് വാമിങ്ങിൻ്റെ വിവിധ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് വൈകുന്നേരത്തെ സൽക്കാരത്തോടു കൂടി എല്ലാ 51 വീടുകളിലും ആളുകൾ, കുടുംബങ്ങൾ താമസം തുടങ്ങിക്കഴിയും. താമസം എന്ന് പറഞ്ഞാൽ ഇനി അവരുടെ ജീവിതകാലം, ശിഷ്ടമുള്ള ജീവിതകാലം ഈ പറയുന്ന ഇടങ്ങളിൽ അവർ ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ പച്ചക്കള്ളങ്ങൾ, എരപ്പൻ ജലീൽ ഒരു ഭാഗത്ത് നിന്ന് ക്യാപ്സൂൾ കൊടുക്കുന്നു, ദേശാഭിമാനിയിലെ കൃമികീടങ്ങൾ എഴുതി പിടിപ്പിച്ച് വിടുകയാണ് ചെയ്തത് അല്ലേ? ഇതിപ്പോ 2025 ഓഗസ്റ്റ് 8 ദേശാഭിമാനിയിൽ കൊടുത്തതാ. മുണ്ടക്കൈ ഭൂമി തട്ടിപ്പ്, കള്ളം പൊളിഞ്ഞപ്പോൾ ലീഗ് ഒളിച്ചോടി, നിർമ്മാണ വിലക്കുള്ള തോട്ടഭൂമിയാണെന്ന് സ്ഥലം നൽകിയവർ ലാൻഡ് ബോർഡിൽ മൊഴി നൽകിയതോടെയാണ് ലീഗിന്റെ നുള വെളിച്ചത്തായത്. ലീഗ് ഒളിച്ചോടി. ഏത് അടുപ്പിലേക്കാടാ ദേശാഭിമാനിക്കാരാ CPM-ന്റെ ക്രിമിനൽ തെമ്മാടികളെ ലീഗ് ഒളിച്ചോടിയത്? ലീഗ് ഒളിച്ചോടുകയല്ല ചെയ്തത്. ലീഗ് വീട് വെച്ച് നൽകി, ലീഗിന്റെ വീടുകളിൽ താമസവും തുടങ്ങി. പിണറായി വിജയൻ 2 വർഷമായിട്ടൊരു വീടുണ്ടാക്കണ്ടല്ലോ അവിടെ. എന്താ വീടിന്റെ അവസ്ഥ? ആരെങ്കിലും താമസം തുടങ്ങിയോ? കറണ്ട് കിട്ടിയോ? വെള്ളം കിട്ടിയോ? പണി തീർന്നോ?
ചോർന്നൊലിക്കുന്നുണ്ടോ? എന്താണ് അവസ്ഥ? എന്നാൽ ലീഗ് നൽകിയ വീടുകളിൽ ജനം താമസിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇത് 2025 ജൂലൈ 13 ദേശാഭിമാനി മറ്റൊരു വാർത്ത എന്താണ്? മുൻ ഉടമകളിൽ നിന്ന് ലാൻഡ് ബോർഡ് വിശദീകരണം തേടി. മുണ്ടക്കൈ പുനരധിവാസത്തിന് ലീഗ് വാങ്ങിയ ഭൂമി വിവാദത്തിൽ. തൃക്കൈപ്പറ്റ വെള്ളിത്തോടിലെ 11.5 ഏക്കറിൽ 1 ഏക്കർ ഒഴികെ ബാക്കി നിർമ്മാണാനുമതിയില്ലാത്ത ഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട്. സെന്റിന് 30,000 രൂപക്ക് തോട്ടം ഭൂമി ലഭ്യമാകുന്ന പ്രദേശത്ത് 1.5 ലക്ഷം വരെ നൽകിയാണ് ലീഗ് നേതാക്കൾ വാങ്ങിയത്. എന്നിട്ടെന്താ 1 ഏക്കറിലാണ് വീടുണ്ടാക്കിയത്. വാങ്ങിയ എല്ലാ ഭൂമികളിലും ചേർന്നിട്ടല്ലേ 100 വീടുണ്ടാക്കുന്നത്. ഒരു കുടുംബത്തിന് 8 സെന്റ് സ്ഥലം, 105 വീടുകൾ ലീഗ് നിർമ്മിക്കുന്നു അല്ലേ? അപ്പൊ എത്ര സെന്റ് സ്ഥലമായി മൊത്തം? എത്ര ഏക്കർ ഭൂമിയായി അത് വീടുകൾക്ക് മാത്രം? ഇനി അവിടെ പാർക്ക്, മറ്റുള്ള സൗകര്യങ്ങൾ എല്ലാം അവിടെയും അതും ശരി സെറ്റാകുന്നു. ഇപ്പൊ പച്ച നുണകൾ പടച്ചു വിട്ടിട്ട് ലീഗിന്റെ ടൗൺഷിപ്പിനെതിരെ കുരച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ പേപ്പട്ടികൾ. ഇതേ ദേശാഭിമാനി 2025 സെപ്റ്റംബർ 23 ലീഗിന്റെ മുണ്ടക്കൈ ഭവന പദ്ധതിയിൽ ചട്ടവിരുദ്ധ നിർമ്മാണം നോട്ടീസ് അയച്ച് UDF പഞ്ചായത്ത്. തോട്ടഭൂമി അനധികൃതമായി തരം മാറ്റി നേതാക്കൾ കോടികൾ തട്ടിയെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. എന്നിട്ട് എന്തായി? ലീഗിന്റെ വീടുകൾ മൂക്കിലൂടെ വലിച്ചോ? ഇപ്പൊ ഇവിടെ ആരാണ് കോടികൾ വകമാറ്റിയിരിക്കുന്നത്? പിണറായി വിജയൻ നക്കി കോടികള് അല്ലെ? 20 ലക്ഷം രൂപ ഒരു വീടിന് ചെലവ്. 299 കോടി രൂപ ആർക്ക് അനുവദിച്ചു? ഊരാളുങ്കലിന് 20 ലക്ഷം രൂപയാണ് ഒരു വീടിന് ചെലവ്. അപ്പൊ അങ്ങനത്തെ 400 വീടുകൾ ഉണ്ടാക്കാൻ എത്രയാകും എമൗണ്ട്? 80 കോടി രൂപ. ബാക്കിയുള്ളത് എവിടെ പോയി? 299 രൂപ പിണറായി വിജയൻ നക്കി. ഇനി 780 കോടി രൂപയാണ് കേരളത്തിന്റെ പൊതുസമൂഹം CMDRFിലേക്ക് സമാഹരിച്ച് നൽകിയത്. ബാക്കിയുള്ള പണം എവിടെ ബാക്കിയുള്ള പണം? അവിടെയും തീരുവോ? ഇല്ലല്ലോ. മറ്റൊരു അക്കൗണ്ട് കൂടി ഉണ്ടായിരുന്നല്ലോ, അതിലേക്ക് എത്ര പണം വന്നു എന്നതിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അപ്പോ നക്കിയത് അത്രയും വിജയന, ആ നക്കിയത് തൂറിയതും വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇനി ഇതേ ദേശാഭിമാനി 2025 ജൂലൈ 20 ലീഗിന്റെ മുണ്ടക്കൈ കൊള്ള. ഇതോ കയ്യിലുള്ള രേഖ. ലീഗിന്റെ അവകാശവാദത്തിന് വിപരീതമായി ഭൂമിയുടെ വിവരങ്ങൾ തേടി ഉടമകൾ ലാൻഡ് ബോർഡിൽ വാങ്ങിയ 11.5 ഏക്കറിൽ 1 ഏക്കർ ഒഴികെ തോട്ടം ഭൂമിയാണെന്ന് റിപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് പച്ച നുണകൾ പടച്ചുവിടുന്ന ഫാക്ടറി ആയിരുന്നു കൃമികീടങ്ങളുടെ ദേശാഭിമാനി. നിരന്തരമായിട്ട് ലീഗിന്റെ ഭവന പദ്ധതിയെ തകർക്കാൻ വേണ്ടി പച്ച നുണകൾ ഇങ്ങനെ പടച്ചുവിടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ 2026 ഏപ്രിൽ 23 ഇതേ ദേശാഭിമാനി വീണ്ടും പച്ച നുണ എഴുതി. 12,000 രൂപ വീതം നൽകണമെന്ന് ദുരിതബാധിതരിൽ നിന്ന് നിർബന്ധിത പണപ്പിരിവുമായി ലീഗ്. വീട് കൂടൽ എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് പണം പിരിക്കുന്നത്. ഈ ചെറ്റകൾക്കറിയോ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ആരാ? ലീഗാണോ? ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഈ വീട് നൽകിയിരിക്കുന്ന 51 ലഭിച്ചിരിക്കുന്ന 51 കുടുംബങ്ങളാ. അവിടെ വീട് കൂടൽ പരിപാടി ആരാ നടത്തുന്നത്? ആ വീട് ലഭിച്ച ആളുകൾ. ലീഗുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ ലഭിച്ചു, അവർ ഇവന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടു, കാറ്ററിംഗുമായി ബന്ധപ്പെട്ടു, അവരുടെ ചെലവിന് വേണ്ടിയുള്ള പണം 51 കുടുംബങ്ങളും പിരിവിട്ടെടുക്കുന്നു. അതിനെ ലീഗിന്റെ തലയിൽ നിർബന്ധിത പണപ്പിരിവ് എന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനിയിലെ കൃമികീടങ്ങൾ പച്ച നുണകൾ എഴുതി വിട്ടു. എപ്പോ? ഈ 23 ഏപ്രിൽ 23, 2026. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ജലീലിൻ്റെ കൃമികീടങ്ങളും നിരന്തരമായിട്ട് ലീഗിൻ്റെ ടൗൺഷിപ്പ് അത് മുടക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആഞ്ഞു നടത്തിയിട്ടും അവസാനം ജലീൽ തൂറി എന്ന് പറഞ്ഞാൽ തൂറാത്തവൻ തൂറിയപ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട് എന്നുള്ള രീതിയിൽ തൂറി ബരകി നാണം കെട്ട് എന്നല്ലാതെ അതിനപ്പുറം എന്ത് സംഭവിച്ചു? ഒരു ചുക്കും സംഭവിച്ചില്ല.
ലീഗിന്റെ ഭവന പദ്ധതികൾക്ക് സ്റ്റോപ്പ് മെമ്മോയുമായി വന്നവരെ ഓടിച്ചു. ലീഗിന്റെ ഭവന പദ്ധതികൾ പൂർത്തിയായി. ലീഗിന്റെ വീട്ടിൽ ഇന്ന് 51 കുടുംബങ്ങൾ അവിടെ കയറി താമസിക്കുകയാണ്. അല്ലേ? അപ്പൊ ഇത് മുടക്കാൻ വേണ്ടി പണിയെടുത്ത ക്രിമികീടങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അവരുടെയൊക്കെ മുമ്പില് ലീഗ് നൽകിയ വീടില് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരിതബാധിതര് ഞങ്ങൾക്ക് ലീഗിന്റെ വീട് മതി, അവരുടെ ആ ഒരു സെലക്ഷൻ ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ഡിസിഷൻ, അത് എത്രത്തോളം പക്വമായ ഡിസിഷൻ ആയിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ പാവങ്ങൾക്ക് ഇപ്പൊ കയറി കിടക്കാൻ, അതും പൂർണ്ണ ഉടമസ്ഥാവകാശം നൽകിക്കൊണ്ട്, ലീഗിന് ഒരു റോളും ഇല്ലാത്ത രീതിയിൽ എല്ലാം ആ വീട് കിട്ടിയവർക്ക് ആ 8 സെന്റ് സ്ഥലവും ആ ഭൂമിയും എക്സാക്ട്ലി അവരുടേത് മാത്രമായിട്ട്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ലീഗിൻ്റെത് മുടക്കാൻ ഇറങ്ങിയ ക്രിമികീടങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാണ് ഇന്നത്തെ ഹൗസ് വാമിങ്. പച്ച നുണകള് പടച്ചു വിട്ടു എന്ന് മാത്രമല്ല, പാര വച്ചു പിന്നിൽ നിന്ന് കുത്താൻ പല ശ്രമങ്ങള് എരപ്പൻ ജലീലിനെ പോലെയുള്ളവർ നടത്തി. ജലീൽ കൊടുക്കുന്ന ക്യാപ്സ്യൂളുകള് ഈ എരപ്പന്മാര് ദേശാഭിമാനിയിൽ എഴുതി പിടിപ്പിച്ചു. അല്ലേ? എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. വിജയൻ തൂറും, അതുപോലെ ഈ ജലീലും തൂറും. ഇത് തന്നെ ഉള്ളൂ. വേറെന്തുണ്ടായി? ലീഗിന്റെ പറ്റിയോ? ഓടി എന്നല്ലാതെ ലീഗിന്റെ പറ്റിയോ? ലീഗ് 51 വീട് നൽകി, എല്ലാം നൽകി, സന്തോഷം നൽകി, സമാധാനം നൽകി, ദുരിതബാധിതരെ ചേർത്ത് പിടിച്ചു. ആ പാവങ്ങൾ ഇന്ന് ആ വീട്ടിൽ താമസവും തുടങ്ങി. 51 കുടുംബങ്ങളും താമസം തുടങ്ങി. അല്ലേ? അപ്പോ ഇത് പ്രസ്ഥാനം വേറെയാ. ഇവിടെ എന്തുണ്ട്? ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രസ്ഥാനത്തെ കവച്ചു വെക്കാൻ വിജയനല്ല, വിജയന്റെ ക്രിമികീടങ്ങൾ കരുതിയാലും നടക്കില്ലടോ, നടക്കില്ല.